മാസ്റ്റർ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ മാസ്റ്റർ അക്കാഡമി വളരെ വിജയകരമായി കണ്ടക്ട് ചെയ്ത കോഴ്സ് ആയിരുന്നു. ഈ കോഴ്സിന് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന് ഈ 2026 എക്സാം പ്രതീക്ഷിച്ചത്. പക്ഷേ 2025 ഡിസംബർ 1 എക്സാം വന്നു. വളരെ ഷോർട്ട് ടൈം, പക്ഷെ നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ചു, മാക്സിമം ക്വസ്റ്റ്യൻസ് കുട്ടികളിലേക്ക് എത്തിച്ചു. നമ്മൾ ഉദ്യോഗാർത്ഥികളിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതി. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് അധികം ഉദ്യോഗാർത്ഥികളൊന്നും ഇല്ലായിരുന്നു, എങ്കിൽ പോലും അവരിലെ മെജോറിറ്റി കുട്ടികളും ഷോർട്ട് ലിസ്റ്റ് ഇടം പിടിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ആദ്യമായിട്ട് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നു. ഗവർണർ സാറിനെ പോലെയുള്ള ഒരു ടീം ഓഫ് ഫാക്കൽറ്റീസ്, ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് നമുക്ക് കിട്ടി. അവരെല്ലാവരും തന്നെ എക്സാം എഴുതിക്കുക, അവരെല്ലാത്തിനും ലിസ്റ്റ് കൊണ്ടുതാനും. അപ്പോൾ ഒരു വലിയ സക്സസ് ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ ഫൈനൽ റിസൾട്ട് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് എക്സാം എഴുതിയവർക്കും ഇനി എഴുതാൻ പോകുന്നവർക്കും എല്ലാം ഉപകാരപ്പെടും. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ പുതിയ ലിസ്റ്റില് 3637 പേരുണ്ട്. നേരത്തെ എത്രയായിരുന്നു? അത് 1764 ആയിരുന്നു. സാധാരണ ഇപ്പൊ PSC എന്താ നിങ്ങൾക്ക് അറിയാലോ, ലിസ്റ്റ് 4-1 ചുരുക്കുക, പകുതിയായി ചുരുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഏകദേശം ഇരട്ടിയോളം എന്തായിട്ടുണ്ട്, ഉദ്യോഗാർത്ഥി ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 1764 ആണെങ്കിൽ ഇപ്പൊ എത്രയാണ്? 3672. ഓക്കെ, അതില് വ്യക്തമായി പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഷോർട്ട് ലിസ്റ്റിൽ മുൻപത്തേതിനേക്കാൾ ഇരട്ടിലധികം പേരുള്ള വർധന. മെയിൻ ലിസ്റ്റിൽ 1869, സപ്ലിമെന്ററി ലിസ്റ്റിൽ 1747, ഭിന്നശേഷി ലിസ്റ്റിൽ 21 എന്നിങ്ങനെ 3637 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് 48.33. മുൻ ഷോർട്ട് ലിസ്റ്റിൽ 1764 പേരായിരുന്നു. ഓക്കെ, അവിടെ നമ്മൾ പറയുന്നത് മെയിൻ ലിസ്റ്റിൽ 889 പേര്, സപ്ലി ലിസ്റ്റ് 864 പേര്, ഭിന്നശേഷി 11 പേര്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, 1.5 വർഷം കഴിഞ്ഞപ്പോഴേ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. കാര്യം അത്രയും വേക്കൻസി ആയിരുന്നു. ചെറിയ ലിസ്റ്റ് ആയിരുന്നു, അതിലെ മെയിൻ ലിസ്റ്റിൽ എല്ലാവർക്കും ജോലി കിട്ടി. ഓക്കെ, ഇനി അവർ വ്യക്തമായി പറയുന്നുണ്ട്, അതിവേഗമായിരുന്നു എന്താണ് ഈ നോട്ടിഫിക്കേഷൻ വന്നതും എക്സാം വന്നതും ഷോർട്ട് ലിസ്റ്റ് വന്നതും. ഇപ്പൊ അതേ കണക്ക് ഇപ്പൊ എന്താണ് റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി പോകുന്നതും. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അത് അതിവേഗം ഷോർട്ട് ലിസ്റ്റ്. അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയത് 2 മാസം പോലും എടുക്കാതെ. കഴിഞ്ഞ ജൂലൈ 31 ഈ തസ്തികയുടെ വിജ്ഞാപനം. ഡിസംബർ 1 OMR പരീക്ഷ. അപ്പം ജൂലൈ 31 നോട്ടിഫിക്കേഷൻ വന്നു, ഡിസംബർ 1 എക്സാം, ജനുവരി 28 ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പരീക്ഷയിലെ 2 ചോദ്യങ്ങൾ അന്തിമ ഉത്തര സൂചികൾ ഒഴിവാക്കിയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഫാസ്റ്റ് ആണിത്. അപ്പൊ കേരള PSC സത്യം പറഞ്ഞാല് അവർക്ക് കൃത്യമായിട്ട് അറിയാം, ആവശ്യകത ബോധം അവർക്ക് അറിയാം. ഇപ്പോഴിതാ 236 ഒഴിവുകളുണ്ട്. അതിൽ 16 എന്താണ് NJOD ഒഴിവുകളാണ്. ഇത് 2 കാറ്റഗറി ആൾക്കാർക്ക് ഉപകാരപ്പെടും. ഒന്ന്, ഇപ്പോൾ എക്സാം എഴുതിയിട്ട് ലിസ്റ്റ് ഉള്ളവർക്ക് ഉപകാരപ്പെടും. കാര്യം നിങ്ങൾക്കൊരു വലിയ പ്രതീക്ഷയാണ്. എങ്ങനെ പ്രതീക്ഷയാണ്? കഴിഞ്ഞ തവണ ഇത്രയും പേർക്ക് ജോലി കിട്ടിയതാണ്. നിങ്ങൾക്ക് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്തത്, എക്സാം എഴുതാൻ പോകാത്തവർക്ക്, അല്ലെ എക്സാം എഴുതാത്തവർക്ക്, ഇപ്പൊ കഴിഞ്ഞ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരാണ് എങ്കിൽ അവരോട് പറയട്ടെ, നിങ്ങൾ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, പഠിച്ചു തുടങ്ങുക. കൃത്യം 1.5 വർഷം കഴിയുമ്പം അടുത്ത നോട്ടിഫിക്കേഷൻ വരും. കാരണം ഹെൽത്ത് മേഖലയിൽ എപ്പോഴും വേക്കൻസികൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ സിലബസ് ഉണ്ടല്ലോ, എന്തിനാ ബേജാറാകുന്നത്? നല്ല ക്ലാസ് ഉണ്ടല്ലോ, പിന്നെ എന്താണ്? അപ്പോൾ മാസ്റ്റർ അക്കാഡമി ലോങ് ടൈം ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ചെറിയൊരു ഫീസ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി. ഈ ലോങ് ടൈം ബാച്ച് ജോയിൻ ചെയ്താൽ നന്നായി പഠിക്കാൻ പറ്റും, നല്ല മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും, നേരത്തെ തന്നെ ടെൻഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മെയിൻ ലിസ്റ്റ് ജോലി കിട്ടിയ എല്ലാവർക്കും, അല്ലെങ്കിൽ ഈ ലിസ്റ്റ് ഉൾപ്പെടെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റാത്തവരാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവരാണ് എങ്കിൽ, അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക. അത് ഇപ്പോഴേ തയ്യാറാക്കുക. മാസ്റ്റർ അക്കാഡമി അതിന്റെ ലോങ് ടൈം ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പുതിയ ബാച്ച് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. താങ്ക്